പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. Dear friends in Christ Jesus, I welcome both the families of Goretti and David to this sacrament of matrimony. That all of us, we are here to bless them and to seek God's blessings upon them, so that the journey that they begin today may reach its completion with death. Both of them going to heaven together. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസന്മാരായ ദാവീദിൻ്റെയും ഗൊരേത്തിയുടെയും മേൽ അങ്ങയുടെ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ അൾത്താര മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിസ്ഥിതി ഐക്യത്തിൽ ദൈവമായി എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ദൈവം സ്നേഹമാകുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിച്ച പോലെ നമുക്ക്
പരസ്പരം സ്നേഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. Dear brothers and sisters in Christ Jesus, today as we come to celebrate the life of David and Dorothy, that they begin today, the journey that they are going to embark today. We are here to accompany them with prayer. I just want to remind you, I'm not married, as a Catholic priest, I'm not married, but I know there are a lot of people who are married here. So about marriage, Venerable Fulton Sheen, he said, if you want a bad marriage, put yourself first. If you want a bad marriage, put yourself first. If you want a good marriage, put your spouse first. And if you want a great marriage, put God first. I think that makes total sense because Dorothy and David know how different they are, how different a family that they are coming from, and how different the kind of character that they have, and the taste and the hobbies and the likes and dislikes, all two different people coming together, and where it is so important that we put God first, because in moments of disagreement, in moments where things don't go well, that God who you call into your marriage will definitely be there. Saint John Paul II, when he talked about marriage, he said, marriage is a human reality and a divine mystery. Marriage is a human reality and divine mystery because, look at them clearly. They are not two angels, right? They are two human beings. So marriage happens between two human beings. Two human beings who are not very perfect and who could be broken and wounded and vulnerable and very delicate, and we must never forget the fact that it's a human reality, but it's also a divine mystery, because it is the God who created you that brings you together. So so in a couple of moments they are going to say that like in good times and bad times, in sickness and in health, we will be together, we will be faithful, and we are here to ask God's help and blessing upon them, so that whatever promise that they make here be eternal, may never be broken except by death. So let us ask special blessings upon them, that the journey that they begin today may reach to its completion, until the end of their life. We also pray for the family, who prepared
these two couples, these two, this man and woman coming together, to make the covenant before the Lord, that the Lord may bless all of us, that He may send us blessings from above, to live the kind of life that the Lord has called us to live here on earth. Dearly beloved, you have come together into the house of the church so that in the presence of the church's minister and the community, your intention to enter into marriage may be strengthened by the Lord with a sacred seal. Christ abundantly blesses the love that binds you. Through a special sacrament, He enriches and strengthens those He has already consecrated by holy baptism, that they may be faithful to each other forever and assume all the responsibilities of married life. And so, in the presence of the church, I ask you to state your intentions. Goretti Vincent and David Roman, have you come here to enter into marriage without coercion, freely and wholeheartedly? Are you prepared, as you follow the path of marriage, to love and honor each other for as long as you both shall live? Are you prepared to accept children lovingly from God and to bring them up according to the law of Christ and His church? Since it is your intention to enter the covenant of holy matrimony, join your right hands. Yes. And declare your consent before God and His church. So repeat after me. I. Can you say your name? Take you, Goretti, to be my wife. I promise to be faithful to you in good times and in bad, in sickness and in health, to love you and to honor you all the days of my life. I, Goretti Vincent, take you, David Roman, to be my husband. to be my husband. I promise to be faithful to you I promise to be faithful to you in good times and in bad, in good times and bad, in sickness and in health, in sickness and in health, to love you and to honor you to love you and honor you all the days of my life. all the days of my life. May the Lord in His kindness strengthen the consent you have declared before the church and graciously bring to fulfillment His blessings within you. What God has joined, let no one put asunder. May the God of Abraham, the God of Jacob, the God of Isaac, the God who joined together our first parents in the paradise, strengthen and bless in Christ the consent you have declared before the church, so that what God joins together, no one may put asunder. Let us bless the Lord. Your response? Thanks be to God. Thanks be to God. Bless and sanctify your servants in their love, O Lord, and let these rings, this tally, and this mantra, a sign of their faithfulness, remind them of their love for one another through Christ our Lord. Receive this tally as a sign of your love and fidelity in the name of the Father, and of the Son, and of the Holy Spirit.
Say this ring as a sign of your fidelity in the name of the Father and of the Son and of the Holy Spirit. God of everlasting love, help Goretti and Robin to find new joy in the face of routine, to share their needs with an open heart. Acknowledge when they have been wrong, to forgive as they have been forgiven, to love as your Son, Jesus, taught us to love. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷകൾക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. തിരുസഭയുടെ സർവാധിപതിയായ ദൈവമേ, സഭയെ നയിക്കുവാനായി അവിടുന്ന് നിയമിച്ച ലിയോ 14 മാർപ്പാപ്പയെയും എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതരെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു പ്രദാനം ചെയ്ത ദൈവഭക്തിയും വിശ്വാസവും കൈമുതലാക്കി അവ സഭാതനയർക്ക് പകർന്നു നൽകുവാനും സ്നേഹത്തിൻ്റെ വിത്ത് പാകി ക്ഷമയുടെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പടുവൃക്ഷമായി സഭയെ മാറ്റുവാനും ആത്മീയതയുടെ വേരുകൾ ആഴത്തിലാക്കുവാനും വേണ്ട ശക്തിയും വരങ്ങളും നൽകി സഭാ നേതൃത്വത്തെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിയെ പിന്തുടർന്നാൽ നിനക്ക് അത് ലഭിക്കും. മഹനീയ അഗ്നി പോലെ അത് ധരിക്കുക. നീതിപാലകനായ ദൈവമേ, യുദ്ധം മൂലം ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നേതാക്കളെയും അങ്ങേ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞ് മനുഷ്യജീവനും ജീവിതത്തിനും ഊന്നൽ നൽകി ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹവും കരുതലും പകരുവാനും ആക്രമണങ്ങളിൽ നിന്നും വെട്ടിപ്പിടിക്കലിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളെയും കരുതുവാനും സംരക്ഷിക്കുവാനും യേശു ആഗ്രഹിച്ച സമാധാനം ലോകത്തിന് പ്രദാനം ചെയ്യുവാനും എല്ലാ രാഷ്ട്ര നേതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശയിലൂടെ ഭൂമിയിലെ സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ ദൈവമേ, ഈ വധൂവരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി മുതൽ ഇവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും എന്ന തിരുവചനത്തിന്റെ മഹാരഹസ്യം ഉൾക്കൊള്ളാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവൾത്താരയ്ക്ക് മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഇവർ ഇരുവരും ജീവിതത്തിലെടുത്ത പ്രതിജ്ഞയിൽ ആജീവനാന്തം നിലനിൽക്കുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ വിശദീകരിച്ചു.
ലോകസൃഷ്ടാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജനനം മുതൽ ഉള്ള ഓരോ വളർച്ചാഘട്ടങ്ങളിലും നന്മയും തിന്മയും തിരിച്ചറിയുവാനും കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൽ യാത്രയിലൂടെ ഉടനീളം ആത്മവിശ്വാസവും ധൈര്യവും കൈവിടാതെ തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുവാനും ഓരോ പ്രവൃത്തികളും തന്റെയും തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിജയത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ളതാണെന്ന ബോധ്യത്തോടുകൂടി പൂർണ്ണ മനുഷ്യനായി മാറാനുള്ള ആത്മീയവരങ്ങളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപം പോലുയരും ഞങ്ങൾ പ്രാർത്ഥന സ്നേഹപിതാവേ, സ്വീകരിച്ചാലും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. തൊഴിലിന്റെ മാഹാത്മ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ദിവ്യനാഥ, പലവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഓരോ സഹോദരങ്ങളെയും അങ്ങേ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഓരോ ജോലിയും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി പൂർത്തിയാക്കുവാനും ജോലിസ്ഥലങ്ങളിൽ നേരിടുന്ന ഓരോ പ്രയാസങ്ങളും അതിജീവിക്കുവാനും വേണ്ട ശക്തി നൽകി ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്നും ലഭിക്കുന്ന വേതനം അർഹമായ രീതിയിൽ മാത്രം വിനിയോഗിച്ച് ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ സമ്പത്ത് വറ്റാത്ത നീരുറവ പോലെയും ആക്കി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപം പോലുയരും ഞങ്ങൾ പ്രാർത്ഥന സ്നേഹപിതാവേ, സ്വീകരിച്ചാലും. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. രക്ഷയുടെ ഉറവിടമായ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഒപ്പം ശാരീരികവും മാനസികവുമായ വിവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സ്പർശനത്താൽ പൂർണ്ണമായ രോഗസൗഖ്യവും വേദനകളിൽ ആശ്വാസവും പകർന്നുകൊണ്ട് പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുവാനും തുടർന്നുള്ള ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യത്താൽ ആശ്വാസം കണ്ടെത്തുവാനും എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപം പോലുയരും ഞങ്ങൾ പ്രാർത്ഥന സ്നേഹപിതാവേ, സ്വീകരിച്ചാലും. കുടുംബജീവിതം, ഈ കുഞ്ഞു ജീവിതം യോഗ്യമാകുവാ എന്നാഗ്രഹിക്കുന്നു. കുടുംബജീവിതം, ഈ കുഞ്ഞു ജീവിതം യോഗ്യമാകുവാ എന്നാഗ്രഹിക്കുന്നു. നിറവിളി പൂക്കളും നിറയുളി ചശകളും, നിറവിളി പൂക്കളും നിറയുളി ചശകളും, യാഗമായി ഈ ജീവിതം സ്വീകരിക്കണമേ. കാഴ്ചയായി കാസയിൽ എണ്ണയേറുന്നു, ചേർപ്രണയിക്കുന്നു. സ്വീകരിക്കണമേ പാലകാത്തി ഭാവിയെ പുണ്യമാക്കണേ.
നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ വേദി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിവാഹത്തിന്റെ പാവന ഉടമ്പടിയുടെ മുദ്രണത്തിനായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിൻ്റെ നന്മയുടെ ഉറവിടമായ അന്ന് അതിൻ്റെ തന്നെ ഉദാരമതിയായ നിയന്ത്രവാദായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്പമായ ചാരിത്രശുദ്ധി ദത്തുപുത്രരുടെ വർധനയ്ക്ക് ഉപകരിക്കുന്നതിന് മനപ്പൊരുത്തത്തിന്റെ മധുരനുഖത്താലും സമാധാനത്തിന്റെ അവിഭാജ്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി അങ്ങ് ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവെ, ശിശുക്കളുടെ ജനനം
ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്നാനത്താലുള്ള നവജന്മം സഭയുടെ വർധനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങയെ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ വിവിധ പ്രവർത്തനങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവിടുന്ന് വഴി മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒന്ന് അങ്ങയെ അവിരാമം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. തിരുപവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിന്തരവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ സ്തോത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ബ്ലൈസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കർത്താവെ, വിവാഹ ദിനത്തിലേക്ക് എത്തിച്ചേരാൻ അങ്ങ് അനുഗ്രഹിച്ച ഡേവിഡിനെയും ഗൊരേത്തിയെയും സ്മരിക്കണമേ. അങ്ങനെ അങ്ങേ കൃപയാൽ അവർ പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലും നിലനിൽക്കുമാറാകട്ടെ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവന് പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപബലപ്രദരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾക്ക് നിന്നാവും പൂഷിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ളം പാലിയുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. പ്രിയ സഹോദരരെ, ക്രിസ്തുവിൽ വിവാഹിതരായ അവിടുത്തെ ഈ ദാസരുടെ മേൽ അവിടുത്തെ കൃപയുടെ ആശീർവാദം കാരുണ്യപൂർവ്വം ചൊരിയണമെന്നും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ കൂതാശയാൽ വിശുദ്ധ ഉടമ്പടിയാൽ അവിടുന്ന് സംയോജിപ്പിച്ച ഇവരെ ഒരേ സ്നേഹത്തിൽ ഒന്നാമത് തീർക്കണമെന്നും കർത്താവിനോട് നമുക്ക് കേണപേക്ഷിക്കാം. ദൈവമേ, അങ്ങേ മഹാശക്തിയാൽ ഇല്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് പ്രപഞ്ചോൽപത്തി ക്രമവൽക്കരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ വേർപെടുത്താനാവാത്ത വിധ തുണയാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേലിൽ അവർ രണ്ടല്ല ഒരു ശരീരമാണെന്നും സംപ്രീതിയോടുകൂടെ അങ്ങ് ഒന്നാക്കി തീർത്തവരെ ഒരിക്കലും വേർപെടുത്താൻ പാടുള്ളതല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. ദൈവമേ, വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും കൂദാശ പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായ രഹസ്യമാക്കി പൗത്രീകരിച്ചുവല്ലോ. ദൈവമേ, അങ്ങ് വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചിട്ടുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവഭാവത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താലുള്ളവായ വിനാശത്താലോ നഷ്ടപ്പെടാതുള്ളൂ. വിവാഹബന്ധത്താൽ ഒന്നായി തീർന്ന അങ്ങേ ഈ ദാസരുടെ മേൽ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അവർ പ്രത്യാശിക്കുന്ന അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കുവാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് സ്നേഹം ചൊരിയണമേ. അങ്ങേ ദാസിയായ ഗൊരേത്തിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപയോടെ ഉളവാക്കണമേ. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവളായി അവൾ നിലനിൽക്കട്ടെ. ഇവരുടെ ഭർത്താവിന്റെ ഹൃദയം ഇവളിൽ വിശ്വാസം അർപ്പിക്കട്ടെ. ഇവളെ തുല്യ പങ്കാളിയും കൃപാവരത്തിന്റെ വോട്ടവകാശമായി അംഗീകരിച്ചുകൊണ്ട് ഇവൾക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ച പോലെ സദാ ഇവളെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങയോട് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ഈ ദാസർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏക ശരീരമായി തീർന്ന് ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തി ആർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുകയും സന്താനഭാഗ്യത്താൽ അനുഗ്രഹീതരാകുകയും സുഹൃത്ത് സമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരുകയും അവരുടെ സന്താന പരമ്പര കാണുകയും ഇവർ ദീർഘായുസ്സുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വിസ്മയത്തിൽ മുഴുകിലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണനാളിൽ കൽപ്പനീരേ കാലികൾ തൊഴുത്തി മധ്യനായ ജന്മനീശൻ കാലികൾ തൊഴുത്തി മധ്യനായ ജന്മനീശൻ മെഴുതിരി നാളും പോലെയെന്നും വെളിച്ചമേ ജഗത്തിലെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേ ജഗത്തിലെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവൻ കാനായിലെ കല്യാണനാളിൽ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധനു കാഴ്ചയേകിനാഥൻ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധനു കാഴ്ചയേകിനാഥൻ
പാരിനി സ്നേഹസൂതം ചിതറി കാൽവരിയിൽ നാഥൻ പാദവിടറി പാരിനി സ്നേഹസൂതം ചിതറി കാൽവരിയിൽ നാഥൻ പാദവിടറി ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശുവിൻ ജീവൻ കരായിലെ കല്യാണനാളി കന്തരനീരേ നീരാ കരായിലെ കല്യാണനാളി കന്തരനീരേ നീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണനാളി കൽപ്പനീരേ വെള്ളം നീരാ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി കർത്താവേ, ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവനബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏക മാനസരാക്കി തീർക്കുവാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുള്ളണമേ. നിങ്ങളോടുകൂടെ നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ ഏക മാനസരാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുകയും അവശരും ആർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിൻ്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവ്വം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. വിശുദ്ധ ബലി സമാപിച്ചു. സമാധാനത്തോടെ പോകുവിൻ.
army, Rambo. Baby walking like Naomi Campbell. Make me wanna risk it all, take a gamble. Little butterfly tattoo on her ankle. It go together with the one on my shoulder. I be like a sailor, swimming in the money. I was broke, won't go back. It's a throwback, by the go in cold beer, baby hold that. I'm not there yet, but I'm so close. Shine your light on me, I'm lost. Feeling around in the dark. I can feel it, I'm so close. I can feel it in my bones and that. Move our bodies as we own the night. I can feel it in my bones and that. Move our bodies as we own the night. I'm so close now, in the room where it happens, in the place where it goes down. We rolling like tumbleweed through a ghost town. Putting out good vibes, cause what goes round comes back round. Where the rap round now, put it on my head. I am trying to get back from the land of the dead. Man, it feels so different here with you. I'm not there yet, but I'm so close. Shine your light on me, I'm lost. Feeling around in the dark. I can feel it, I'm so close. I'm not there yet, but I'm so close. Shine your light on me, I'm lost. Feeling around in the dark. I can feel it, I'm so close.